പലഹാരക്കൊട്ടാരം. ഒരിടത്ത് പലഹാരക്കൊതിയനായ ഒരു മഹാരാജാവുണ്ടായിരുന്നു. ഏതു നേരവും പലഹാരം തിന്നുകൊണ്ടിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എങ്കിലും പലപ്പോഴും കൊതിതീരെ പലഹാരങ്ങൾ കൃത്യസമയത്ത് തിരുമേനിക്ക് കിട്ടിയിരുന്നില്ല. അതിനുള്ള എളുപ്പവഴി എന്താണ്? തിരുമേനി ചിന്തിക്കാൻ തുടങ്ങി. ഒരു പലഹാരക്കൊട്ടാരം പണി കഴിപ്പിച്ചാൽ ഈ ബുദ്ധിമുട്ട് തീരും. മഹാരാജാവ് മനസ്സിൽ കണക്കുകൂട്ടി. അദ്ദേഹം പിറ്റേന്ന് തന്നെ തൻ്റെ കൊട്ടാരം പണിക്കാരനെ വിളിച്ചു വരുത്തി. ഏയ് കൊട്ടാരം പണിക്കാരാ, നമ്മുടെ ഇപ്പോഴുള്ള ഈ കൊട്ടാരം പൊളിച്ചു കളഞ്ഞിട്ട് വേഗം തന്നെ ഇവിടെ ഒരു പലഹാരക്കൊട്ടാരം നിർമ്മിക്കണം. രാജകൽപ്പന കേൾക്കേണ്ട താമസം. പിറ്റേന്ന് മുതൽ ശില്പി പലഹാരക്കൊട്ടാരത്തിൻ്റെ പണി ആരംഭിച്ചു. ഹലുവാ കഷ്ണങ്ങൾ കൊണ്ട് തറകെട്ടി, കുഴലപ്പം കൊണ്ട് തൂണിട്ടു, നെയ്യപ്പവും ജിലേബിയും അടുക്കടുക്കായി വെച്ച് ഭിത്തിയുണ്ടാക്കി. പപ്പടവടയും മധുര ബിസ്ക്കറ്റും കൊണ്ട് കൊട്ടാരം മേഞ്ഞു. കൊട്ടാരത്തിൻ്റെ തറയ്ക്കുമേലെ പലതരം അപ്പത്തരങ്ങൾ നിരത്തി ഭംഗിയാക്കി. മൈസൂർ പാക്കും പാൽപേടയും കൊണ്ട് ജനലുകൾ പണിഞ്ഞു. പലതരം ചോക്ലേറ്റുകൾ കൊണ്ട് വാതിലുണ്ടാക്കി. എന്തു പറയാൻ, പലഹാര കൊട്ടാരത്തിൻ്റെ പണി തീർന്നപ്പോൾ അന്നാട്ടിലെ പ്രജകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹായ്, കൊതിയൻ തിരുമേനിയുടെ കൊട്ടാരം കാണാൻ എന്തു രസം. പക്ഷേ പാവപ്പെട്ട നമ്മുടെ കാര്യത്തിൽ മാത്രം അദ്ദേഹത്തിന് ഒരു ശ്രദ്ധയുമില്ല. പ്രജകൾ പറഞ്ഞത് വളരെ സത്യമായിരുന്നു. ആരു കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു മധുര കൊട്ടാരം തന്നെയായിരുന്നു അത്. എങ്കിലും പ്രജകളുടെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. അവർക്ക് എന്നും പട്ടിണിയും പരിവട്ടവും മാത്രമായിരുന്നു. പലഹാര കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായതോടെ കൊതിയൻ തിരുമേനി അതിനുള്ളിൽ താമസം തുടങ്ങി. വിശക്കുമ്പോൾ കൈനീട്ടി ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെടുത്ത് അദ്ദേഹം വയറു നിറയെ തിന്നും. എന്നിട്ട് മധുര സ്വപ്നവും കണ്ട് അതിനുള്ളിൽ കിടന്നുറങ്ങും. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സുഖവും സന്തോഷവും തോന്നി. പക്ഷേ എന്തു ചെയ്യാം? ഒരു ദിവസം രാജാവ് ഉറക്കമുണർന്നു നോക്കിയപ്പോൾ കൊട്ടാരം അവിടെ കണ്ടില്ല. കൊട്ടാരം എവിടെ പോയി? അദ്ദേഹം നാലുപാടും സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് ഈച്ചയും പൂച്ചയും എലിയും പെരുച്ചാഴിയും ഉറുമ്പുകളുമെല്ലാം കൂടി കൊട്ടാരം തിന്നു തീർക്കുന്ന രംഗം അദ്ദേഹം കണ്ടത്. ഒടുവിൽ ആ കൊതിയൻ രാജാവിന് കിടക്കാൻ പോലും ഒരിടമില്ലാതായി. അത് കണ്ട പ്രജകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു, കൊതിമൂത്താൽ ഏതു വമ്പനും പെരുവഴി തന്നെ ആധാരം. അധികം കൊതി ആപത്ത്.